ചില ഹെഡ്സിന്റെ ഒരു ധാരണയുണ്ട്, മാക്സിമം ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത്. പക്ഷെ തെറ്റായ ധാരണയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരുന്നാലേ നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് ഈ വർക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ആക്ച്വലി ഔട്ട്പുട്ട് കുറയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 to 9:30 ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് എനിക്ക് പ്രഷറാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത് കുറയും. ഇറ്റ് ഹാപ്പൻസ്. അതാ കേൾക്കുന്ന കുട്ടിയുടെ റിസൾട്ട് അല്ലേ മോശമാവുന്നേ. കുട്ടിയുടെ റിസൾട്ട് മോശമായി ഇൻസ്റ്റിറ്റ്യൂട്ടിനല്ലേ പ്രശ്നം. നമ്മളിപ്പോ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഞാൻ കണ്ടന്റ് റൈറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഇതുപോലെയുള്ള പല ഫീൽഡുകളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഇപ്പം എനിക്ക് കണ്ടന്റ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ എല്ലാ പ്രാവശ്യം പറ്റില്ല. ചില സമയത്ത് നമുക്ക് വേറെ പല ഫാക്ടേഴ്സ് അതിനെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷറിൽ, ചില സമയത്ത് പ്രഷറിൽ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാന്നല്ലാതെ ചില സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രഷറിലല്ല, നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയാലാണ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ ആ സമയത്ത് പക്ഷെ അത് പലപ്പോഴും അവർ മനസ്സിലാക്കുക. കാരണം ചില സമയത്ത് അവർക്ക് ടൈം ലൈൻസ് ഉണ്ടാവും. അപ്പോൾ പക്ഷെ എന്ത് ഒരുപാട് പ്രഷർ കൊടുത്തോണ്ട് അവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നില്ല. ക്വാളിറ്റി എപ്പോഴും നമ്മളതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ബെറ്റർ ക്വാളിറ്റി. അതായത് ഇപ്പോൾ നമ്മളൊരു ടീം മെമ്പർ, നമ്മുടെ ഒരു ഹെഡ് ആള് നമ്മളോട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഓക്കെ എന്താ പ്രശ്നം, നമുക്ക് അത് സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കാര്യങ്ങളായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ തോന്നുക, ഓക്കെ ഞാൻ കുറച്ചും കൂടി നല്ല ഔട്ട്പുട്ട് കൊടുക്കണം. അയാള് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും തോന്നില്ല, എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും കൊടുത്തിട്ട് പോവാന്നുള്ളത് ഒരു ഫീൽ ആ എംപ്ലോയിക്ക് തോന്നിയാൽ നല്ല ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ.